ഹലോ, ഞാൻ ഒമാനിലേക്ക് വരുമ്പം ഒരു സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു, ആൻസൈറ്റി, എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടി ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ ഇനി എന്താ മുന്നിൽ, ആര് വരും, എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം ഇതുവരെ ഒറ്റയ്ക്ക് ചെയ്തു. അപ്പോൾ ഇനിയും മുന്നോട്ട് ദൈവം ധൈര്യം തരട്ടെ എന്ന് വിചാരിച്ചാണ് ഫ്ലൈറ്റിലിരുന്നേച്ചത്. പെട്ടിയും എടുത്തുകൊണ്ടും പോന്നപ്പോൾ മനസ്സിൽ എക്സൈറ്റ്മെൻറ്റും സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്ര നാളും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്തതുപോലെയല്ല, ജോലി കണ്ടുപിടിച്ചതും പോകുന്നതും ചെയ്തതും എല്ലാം പോലെയല്ല പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ. പക്ഷെ എന്ത് വന്നാലും നേരിടാന്നുള്ളൊരു മനസ്സോടെയാണ് വന്നത്. പക്ഷെ മനസ്സിലുള്ളിലുണ്ടായിരുന്നു എല്ലാവരും പറയുന്ന പോലെ മരുഭൂമി, കിഡ്നാപ്പിംഗ്, ഡെസേർട്ട്, കൊണ്ടയിടും, തിരിച്ചു വരാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു, ജോലിക്കൊക്കെ കയറി ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ സ്ഥലം ഡെസേർട്ടാണെങ്കിലും എവിടെ നോക്കിയാലും പച്ചപ്പ്, മനുഷ്യരും അതുപോലെ പച്ചയായ മനുഷ്യർ. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവിടെ ഒരു കാം ആൻഡ് ക്വൈറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റിയ ഒരു പീസ്ഫുൾ മൈൻഡുള്ള ആൾക്കാരാണ് ഇവിടെ. എന്തിനും ഏതിനും സഹായിക്കാൻ ആൾക്കാരുണ്ട്. നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് സെറീൻ കൺട്രിയാണ് ഒമാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്.